നമസ്കാരം. നമ്മുടെ മഹാരോഗ പരമ്പര 4-ാം ഭാഗം. ഒരു രോഗം രണ്ടു പേർക്ക് വന്നാൽ അതിന് ഒരേ കാരണമാണെന്ന് ചിന്തിക്കുന്നതാണ് ആധുനിക രീതി. ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ടെന്ന് നമുക്കറിയാം. അവ വ്യത്യസ്തവുമാണ്. എന്നാൽ അവയിലെല്ലാം ഐക്യരൂപമുള്ള ചില ഘടകങ്ങളുമുണ്ട്. ഇതേപോലെ അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മറ്റൊരു ധർമ്മമുണ്ട്. നമുക്കറിയാം, ദഹനത്തിൻ്റെ പ്രക്രിയ നോക്കിയാൽ വായയ്ക്കൊരു ധർമ്മം, പല്ലിന് മറ്റൊരു ധർമ്മം, നാക്കിന് മറ്റൊരു ധർമ്മം, തൊണ്ടയ്ക്ക് മറ്റൊരു ധർമ്മം. അങ്ങനെ അതിൻ്റെ മലദ്വാരം വരെ അല്ലെങ്കിൽ മൂത്രദ്വാരം വരെയുള്ള ആ ദഹന പ്രക്രിയയ്ക്ക് പല പല ധർമ്മഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം കൂടി ചേർന്ന് ഒരു ധർമ്മം വേറെയുമുണ്ട്. ആഹാരത്തെ ദഹിപ്പിക്കുക, അതിൽ നിന്നുള്ള പോഷകം സ്വീകരിക്കുക, ബാക്കിയുള്ളതിനെ പുറത്തു കളയുക എന്നതൊരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ ഒതുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ധർമ്മങ്ങളുള്ളതുപോലെ ഓരോ കോശങ്ങൾക്കും, നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്, ആ ഓരോ കോശത്തിനും ഓരോ ധർമ്മമുണ്ട് എന്നാണ് ആയുർവേദ വിചക്ഷണന്മാർ അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുള്ള ഒരാശയം. ഇങ്ങനെ ഓരോ കോശത്തിൻ്റെയും ധർമ്മങ്ങൾ പല പല രീതികളിൽ കൂട്ടമായി ചേർന്ന് മറ്റു പല ധർമ്മങ്ങളും നിറവേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾക്ക് ഒരേ രോഗമുണ്ടാകുന്നെങ്കിലും ഒരു വ്യക്തിക്ക് തന്നെ പല പല രോഗമുണ്ടാകുന്നുണ്ടെങ്കിലും അതിന് ഒരേ കാരണത്തെ ചിന്തിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല എന്നുള്ളതാണ് പൗരാണിക വീക്ഷണം. കോശങ്ങൾക്ക് പല പല ധർമ്മങ്ങൾ ഉള്ളതുപോലെ ഓരോ കോശത്തിനും പിടിപെടാവുന്ന രോഗങ്ങളിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കോശാന്തര ബന്ധത്തെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കോശങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന ഒരവയവത്തിൻ്റെ മൊത്തത്തിലുള്ള ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റൂ. എന്നാൽ എല്ലാ കോശങ്ങളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു കരളുമായി ബന്ധപ്പെട്ടിട്ടും എല്ലാം ഉണ്ടെന്നും നമുക്കറിയാം. അഗ്ന്യാശയം, തൈറോയിഡ്, പിത്താശയം, പാൻക്രിയാസ് അങ്ങനെയുള്ള അവയവങ്ങളിലെല്ലാം നിയന്ത്രിക്കുന്ന മറ്റോരോ അവയവങ്ങളുണ്ട്. അവയ്ക്കും മേലെ വേറൊരവയവമുണ്ട്. ആ അവയവത്തിനുള്ള, അതായത് ഹൈപ്പോതലാമസോ പിറ്റ്യൂട്ടറിയോ അങ്ങനെയുള്ള അവയവങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്ന മറ്റു അവയവങ്ങളും ശരീരത്തിലുണ്ട്. ഇതൊരു ചാക്രികമായ പ്രക്രിയയാണ്. അതായത് ദൈവം മറ്റുള്ളവരെ സംരക്ഷിക്കുന്നു, നമ്മളെല്ലാം കൂടി ദൈവത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു രോഗത്തെ ഒരവയവത്തിൻ്റെ തകരാറായി കാണരുത് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കമായിട്ട് പറയാനുള്ളത്. പ്രമേഹമായാലും അത് പാൻക്രിയാസിൻ്റെ കുഴപ്പം എന്നുള്ള രീതിയിൽ കാണരുത്. ഒരു ഭാഗത്തൊരു ക്യാൻസർ, മുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ ആ അവയവത്തിൻ്റെ കുഴപ്പമായിട്ട് മാത്രം കാണരുത്. ചില രോഗങ്ങളെല്ലാം മറ്റു ചില രോഗങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി വരുന്ന രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് പനി. അപ്പോൾ അവിടെ നമ്മൾ ആ രോഗത്തെ ചികിത്സിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി കിടക്കുന്ന രോഗത്തെ ചികിത്സിക്കാനുള്ള അവസരമാണ്, അല്ലെങ്കിൽ സുഖപ്പെടുത്താനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ആധുനിക ശാസ്ത്രത്തിന് മുന്നിൽ പൗരാണികർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ തന്നെ ആ വിഷയം അതായതുകൊണ്ട് അതിൽ വ്രണം, പഴുപ്പ്, വീക്കം, ഗ്രന്ഥി, മുഴ എന്നിങ്ങനെ എല്ലാ അവസ്ഥകളിലും ഇതിൻ്റെ കാരണങ്ങൾ സമാനമല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. ഇന്ന് ആധുനിക ശാസ്ത്രം ഇതിനെയെല്ലാം ഒരേ പട്ടികയിൽ കൊടുത്ത് ഒരേ ഔഷധം നൽകി ചികിത്സിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരു ദേശത്ത് ഒരവയവത്തിൽ ഉണ്ടായ ഒരു ക്യാൻസർ രോഗത്തിന് അയാളിൽ ഫലപ്രദമായ അല്ലെങ്കിൽ അയാളിൽ പരീക്ഷിച്ച് ഫലം കണ്ട ഒരൗഷധം
അതേ രോഗം അതേ അവയവത്തിലുള്ള ലോകത്തെല്ലായിടത്തുമുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ആധുനിക ശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതേപോലെ ഒരു രോഗം മാറാൻ ഒരൗഷധം ഒരിടത്ത് കൊടുത്തു ഫലപ്രദമായി കണ്ടു എന്നതുകൊണ്ട് മാത്രം ആ ഔഷധം അതിന് മാത്രമേ പറ്റുള്ളൂ എന്നൊരു കാഴ്ചപ്പാടും ഉണ്ട്. ആ രോഗമുള്ളിടത്ത് മാത്രമേ ആ ഔഷധം പ്രയോഗിക്കുന്നു. ഇതിനെയും പൗരാണികർ നിഷേധിക്കുന്നുണ്ട്. ഒരേ ഔഷധം തന്നെ പല പല രോഗങ്ങൾക്ക് പല പല അവസ്ഥകളിൽ ഫലപ്രദമാണ് എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. ആയുർവേദം ക്യാൻസറിനെ കാണുന്നത് പ്രധാനമായും രക്തവുമായി ബന്ധപ്പെടുത്തിയാണ്. രക്തത്തെ വാതജം, പിത്തജം, കഫജം, സന്നിപാതജം എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ അവർ അതിനെ കണ്ടുപഠിച്ചിട്ടുണ്ട്. മുഖ്യമായും പാണ്ഡുതയാണ് ക്യാൻസറിന് കാരണമായിട്ട് അവർ പറയുന്നത്. അത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അനീമിയ എന്ന് പറയാം. പ്ലേറ്റ്ലെറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുക, അത് അനീമിയയാണ്. ഹീമോഗ്ലോബിൻ കൂടുകയോ കുറയുകയോ ചെയ്യുക, ഇതിനെയും അനീമിയയായി കാണാം. ഇതെല്ലാം പാണ്ഡുത എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇരുമ്പ് ദഹിക്കാതെ രക്തത്തിൽ കലരുക, ഇതാണ് പാണ്ഡുത. സെറം ഫറ്റിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് ചില ആളുകളിലെല്ലാം തൊലിയിൽ കറുപ്പ് കാണും. എന്നാൽ എല്ലാ തൊലിയിൽ വരുന്ന കറുപ്പുകളും ഇതിൻ്റെ ലക്ഷണം അല്ല. ഇതിന് പണ്ടുള്ളവർ ഇങ്ങനെ കറുപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇരുമ്പ് ദഹിക്കാതെ, അതായത് ദഹന പ്രക്രിയയുടെ എല്ലാ അവസ്ഥകളും കടന്നു പോകാതെ ആ ഇരുമ്പ് രക്തത്തിലലിയുകയും രക്തത്തിലൂടെ അത് തൊലിയിൽ പ്രവേശിച്ച് തൊലിയിൽ കറുപ്പ് നിറമായി പ്രത്യക്ഷപ്പെട്ടതുമാണ് എന്നുള്ള ഒരു വീക്ഷണത്തിൽ അവർ പാവക്ക, വഴുതിന, മുരിങ്ങയില, ചീര മുതലായ ഇരുമ്പ് കൂടുതലുള്ള പച്ചക്കറികൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് ഇതിന് കൊടുത്തിരുന്നത്. ഇന്ന് ആധുനികർ ഇത് ഒരു മഹാരോഗമായി കണ്ട്, ഇത് രക്തത്തിൻ്റെ അപചയമായി കണ്ട് അതിന് വലിയ വലിയ ചികിത്സകൾ നൽകാനാണ് ആധുനിക ശാസ്ത്രം ശ്രമിക്കുന്നത്. എന്നാൽ പണ്ടുള്ളവർ ഇത് നിസ്സാരമായിട്ട് ഒരു 4, 5, 6 ഇനം പച്ചക്കറികളെ ഒഴിവാക്കുന്നതിലൂടെ ഈ രോഗം മാറ്റിയിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം പൈത്തിക ദൃഷ്ടികളായിട്ടാണ് അവർ കണ്ടിരുന്നത്. പൈത്തിക ദൃഷ്ടിയിൽ തന്നെ കാമില എന്ന് പറയുന്ന കരളുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം വേറെ തന്നെയുണ്ട്. ത്വക്കിലെ വിളർച്ചയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇത് കണ്ണ് നോക്കിയിട്ട് ആയിരുന്നു കണ്ട് പിടിച്ചിരുന്നത്. നടക്കുമ്പോൾ കിതപ്പുണ്ടെങ്കിലും നമുക്ക് കാമില സംശയിക്കാം. ഇന്ന് കാമില എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി എന്നുള്ള രീതിയിലാണ് ആളുകൾ തെറ്റിദ്ധരിച്ച് കാണുന്നത്. ഭൈഷജ്യ രത്നാവലിയിലും മറ്റും പാണ്ഡുത കൂടിയാൽ നമുക്ക് പ്ലൂറയിൽ വെള്ളം നിറയുന്ന ഒരവസ്ഥ, ഹൃദയാവരണത്തിൽ ജലസഞ്ചയമുണ്ടാവുക എന്നുള്ളത് പറയും. ഇതിന് വാരിയെല്ലിൻ്റെ 7-8 എല്ലുകൾക്കിടയിലൂടെ ത്രികൂർച്ച ശസ്ത്രം ഉപയോഗിച്ച് ആ വെള്ളത്തെ ചോർത്തിക്കളയാനാണ് ഭൈഷജ്യ രത്നാവലി പറയുന്നത്. ഇന്ന് നമ്മുടെ ആധുനിക ഡോക്ടർമാരും ഇതേ ആയുധം ഉപയോഗിച്ച് ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് അതിനെ ചോർത്തിയെടുക്കുന്നത്. അപ്പോൾ അന്നുള്ളവൻ ഇതെല്ലാം എങ്ങനെ കണ്ടെത്തി, ഇതിനുള്ള ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തിയോ അതേ ശൈലി തന്നെയാണ് ഇന്ന് ആധുനികരും തുടരുന്നത്. അവരതിന് മറ്റു പേരുകളിട്ടു, മറ്റു സംവിധാനങ്ങളൊരുക്കി, ഉപകരണങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി, ഇത്രയും കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പണ്ടുള്ളവൻ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ അതേ ആശയത്തിൽ തന്നെയാണ് ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ ഈ ഇത്തരം വിദ്യകളൊക്കെ എങ്ങനെ കണ്ടെത്തി, ഏത് ഉപകരണം ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതിരിക്കുകയാണ്. അത് ആധുനിക മനുഷ്യൻ്റെ മുന്നിൽ ഒരത്ഭുതമായിട്ട് ശേഷിക്കുന്നു.
ബാക്കി അടുത്ത തവണ പറയാം. നമസ്തേ.